എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം ദൂരത്തിലായി 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. മനോഹരങ്ങളായിട്ടുള്ള നിരവധി വില്ലകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന ടൈൽ പാകിയ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് തിരിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലതയാണ് നമുക്ക് ലഭിക്കുന്നത്. മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്ററും വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്ന് 2 കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും തൃപ്പൂണിത്തുറ ടൗണിലേക്ക് 10 കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. കുടിവെള്ള സ്രോതസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ഭംഗിയാർന്നൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. 3 പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള ഒരു രാജകീയ പ്രൗഢി തന്നെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു TV യൂണിറ്റും നമുക്കായി കരുതി വച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം. ഏകദേശം 12ഓളം പേർക്കെങ്കിലും സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഈ ഭാഗവും ഡബിൾ ഹൈറ്റഡായി ഭംഗിയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ വിറ്റുതീർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വീടിൻ്റെ അത്യാവശ്യം വലിയൊരു ഭാഗമായി തന്നെയാണ് ഈ കിച്ചൺ നമുക്ക് അടയാളപ്പെടുത്താനാവുക. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിലാണ് ഈ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സെമി ഫർണിഷ്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജ് സ്പേസുകളും നമുക്കായി കരുതി വച്ചിരിക്കുന്നു. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ബാക്ക് സ്പേസിലേക്കാണ്. വീടിൻ്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. 14.5 അടി നീളവും 12 അടി വീതിയിലും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്കായി കരുതി വച്ചിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്.
ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമായി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമുകളും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും. മനോഹരങ്ങളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. 3 പാളിയുടെ വലിയൊരു ജനാലയും 2 പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്ന ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി സ്ക്വയർ ട്യൂബിന് മുകൾ ഭാഗത്തായി വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. മനോഹരങ്ങളായിട്ടുള്ള സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള ഡിസൈൻ വർക്കുകൾ ഈ ഭാഗത്തെ മനോഹാരിത ഒന്നുകൂടി എടുത്തു കാട്ടുന്നുണ്ട്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നമുക്കായി കാണുവാൻ കഴിയുക. നിരവധി ഗ്ലാസ് പാർട്ടീഷനുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത്. അത്യാവശ്യം വിശാലമായൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം. 2 ബെഡ്റൂമുകളാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. 3 പാളിയുടെ ഒരു വലിയ ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീട്ടിലെ അവസാന ബെഡ്റൂമും ഒന്ന് പരിചയപ്പെടാം. ഏകദേശം 14 അടി നീളത്തിലും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. മുൻപേ കണ്ടുകഴിഞ്ഞ 3 ബെഡ്റൂമുകളുടേത് പോലെ തന്നെയാണ് ഈ ബെഡ്റൂമിലെയും സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. 3 പാളിയുടെ വലിയൊരു ജനാലയും 2 പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കുകൾ ഗംഭീരമായി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത്. വളരെ മനോഹരമായി തന്നെയാണ് ഈ 2 ഭാഗങ്ങളും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം. കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം ദൂരത്തിലായി 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ ഭംഗിയാർന്ന വീടിന് ഓണർ ചോദിക്കുന്ന വില 79 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ട്രാഫിക്കിൻ്റെ യാതൊരു ബഹളങ്ങളുമില്ലാതെ അതിവേഗത്തിൽ ഓഫീസിലേക്കും വീട്ടിലേക്കും എത്തിച്ചേരുവാൻ സൗകര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.